കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. നവകേരള സദസ്സിന്റെ മറവിൽ കോൺഗ്രസ് നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് INTUC റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നവകേരള സദസ്സിന്റെ മറവിൽ കോൺഗ്രസ് നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് INTUC റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തിയത്. INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ നേതാക്കന്മാരെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരെ മർദ്ദിച്ച് അല്ലെങ്കിൽ INTUC നേതാക്കന്മാരെ മർദ്ദിച്ചതിന് ശേഷം ഈ നാട്ടില് മാന്യമായിട്ട് ജീവിക്കാമെന്ന് ആരും ധരിക്കില്ല. ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. മഹാത്മാഗാന്ധി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കരടുത്ത് അടിച്ചാൽ മറുകരണം കൂടി കാണിച്ചു കൊടുക്കും, അതിന് മതി, അങ്ങനെയല്ലേ പറഞ്ഞത്. പക്ഷെ നമ്മളിത് കാസർഗോഡ് മുതൽ നമ്മുടെ ഒരു കരണത്തെ അവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ വന്നപ്പോഴാണ് അവിടെ മറുകരണത്തിൽ കൂടി അടിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി നമ്മൾ കൊല്ലത്ത് വന്നപ്പോൾ തിരിച്ചു കൊടുത്തു. പിന്നെ തിരുവനന്തപുരം വരെ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഞങ്ങളുടെ നേതാക്കന്മാർ ഈ ജാതീസത്തിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ട്. അവരാദ്യം തന്നെ പറഞ്ഞു നമ്മളൊന്നും ചെയ്യണ്ട, അനങ്ങണ്ട എന്ന്. അഡ്വക്കേറ്റ് അബു മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KP ബാബു, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, PIM ബഷീർ, ചന്ദ്രലേഖ ശശിധരൻ, ജിജി സാജു, CD മുഹമ്മദ്, ബേസിൽ പാറക്കുടി, അലി പടിഞ്ഞാറേച്ചാലിൽ, PC ജോർജ്, ഭാനുമതി രാജു, ശശി കുഞ്ഞുമോൻ, ബിൽസൺ C തോമസ്, നിരവധി തൊഴിലാളികളും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ മാർച്ചിലും ധർണാ സമരത്തിലും പങ്കാളികളായി. മൂവാറ്റുപുഴയുടെ സ്വന്തം ട്രാവൽ ഏജൻസിയായ MA ഹോളിഡേയ്സ് കഴിഞ്ഞ 48 വർഷമായി യാത്രക്കാരുടെ സേവനങ്ങളുമായി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു.